ഞാനത് സമാധി ജനങ്ങളറിയണം, ഈ തലമുറ അറിയണം എന്താണ് സംഭവം. ഈ ഇപ്പോഴുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള പറയുന്നുണ്ട് സമാധി സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എങ്ങനെ സമാധി സ്ഥലങ്ങളാവുന്നത്? ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ആദ്യം പറയണം. ഈ സമാധി അത് എന്നുണ്ടായി, സമാധി എന്നുണ്ടായി, എങ്ങനെ ഉണ്ടാവുന്നു, ആരാണ് സമാധിസ്ഥനായത് ആദ്യം? അങ്ങനെ ഒരാൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ആദ്യത്തെ സമാധിസ്ഥനാരാണ്? എത്ര ആളുകൾ സമാധി അങ്ങനെ ആയിട്ടുണ്ട് അറിവിൽ? ഈ സമാധി സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലങ്ങളുണ്ടോ? ഒരാൾ സമാധിയായ ആ സ്ഥലത്തിന് പ്രത്യേകത. സമാധിയായ ആൾക്ക് ജീവനുണ്ടോ ഇല്ലയോ അതാണ് അറിയേണ്ടത്. അതെ, അറിയണം. സമാധിയായ ജീവനുണ്ടെങ്കിൽ ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ സമാധിയാവുന്നു. മരിച്ചതിന് ശേഷമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതാണോ അതോ ദോഷമുണ്ടോ? അതായത് മരിച്ചു കഴിഞ്ഞിട്ടാണോ സമാധിയാവുന്നത്? അതെ. അപ്പോൾ സമാധിനാഥനാരെന്നറിയില്ല? അതറിയണം. സമാധിനാഥൻ, സമാധിയുടെ ഉൽപ്പത്തി. സമാധിനാഥൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ഏത് കാര്യത്തിനും നാഥൻ ഉണ്ടല്ലോ ലോകത്ത്. ഏത് സമാധിനാഥനായിരിക്കുന്ന ആ സമാധിനാഥൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദേവസങ്കല്പത്തിലെ സമാധിനാഥൻ എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്, ഈ ശിവനാണ്. മരിച്ചിട്ടുണ്ടോ? ശിവനാണ്, ശവമല്ല. അപ്പോൾ സമാധി ജീവനുള്ളതാണ്. ജീവനുള്ളതാണ്. അതെ. ഇനി സമാധിപതി, അത് ഈ നിൽക്കുന്ന ആളാണ്, സാക്ഷാൽ വൃക്ഷലോകമാണ്, വിഷ്ണുവാണ് സമാധിപതി. ആ സമാധിയുടെ ധീയിലാണ്, ഈ ധീ തരുന്നത് ഈ സസ്യലോകമാണ്. ആ ധീയിലാണ് ജന്തുലോകത്തിന്റെ മുഴുവൻ ബുദ്ധിഗുണങ്ങളും. അപ്പോൾ സമാധിപതി എന്ന് പറയുന്ന ആൾ ഇതാണ്, സമാധിനാഥൻ ഭൂമിയാണ്.